ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ഉജാഡ ചമൻ എന്ന ഒരു ബോളിവുഡ് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മളുടെ ഹീറോയെ കാണിക്കുന്നു. നമ്മളുടെ ഹീറോ ഒരു ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. നമ്മളുടെ ഹീറോയ്ക്ക് ഇപ്പോൾ 30 വയസ്സായിട്ടും ഹീറോയുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. നമ്മളുടെ ഹീറോ ഇപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പെണ്ണ് വീട്ടുകാർക്ക് ആദ്യമേ ഹീറോയുടെ ഫോട്ടോയും പ്രൊഫൈലും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ശരിക്കും ഒരു 5 വർഷം മുന്നേ ഉള്ളതാണ്. ആ ഫോട്ടോയിലാണെങ്കിൽ നമ്മളുടെ ഹീറോ വളരെ ഹാൻസം ആയിട്ട് നല്ല ഹെയർ ഒക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ റിയാലിറ്റിയിൽ ഇപ്പോഴത്തെ നമ്മളുടെ ഹീറോയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹീറോയുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് അവൻ ആകെ കഷണ്ടി ആയിട്ടാണുള്ളത്. അങ്ങനെ ഇപ്പോൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ പെണ്ണ് വീട്ടുകാര് നമ്മളുടെ ഹീറോയ്ക്ക് മുടിയില്ലാത്തതുകൊണ്ട് അവൻ കഷണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടുകാര് നമ്മളുടെ ഹീറോയൊക്കെ അവിടെ നിന്ന് അപമാനിച്ചു വിടുന്നു. ആ സമയത്ത് നമ്മളുടെ ഹീറോയുടെ അമ്മയും അച്ഛനും പിന്നെ ഹീറോയുടെ അനിയനും ഒക്കെ കൂടിയിട്ട് ആ പെണ്ണ് വീട്ടുകാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ മകൻ എന്താണ് കുറവ്, അവന് നല്ല ഗവൺമെന്റ് ജോലിയില്ലേ, അവന് നല്ല ശമ്പളം ഇല്ലേ, അങ്ങനെയൊക്കെ അവർ പറയുന്നു. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ആകെ വിഷമിച്ച് തിരിച്ചു വന്ന് കാറിൽ കയറുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മ അവന്റെ അടുത്ത് പറയുന്നു, നിനക്ക് ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും, നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടെന്ന്. എന്നിട്ട് ഇപ്പോൾ നമ്മളുടെ ഹീറോയ്ക്ക് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവര് നേരെ ഒരു ജോൽസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അയാളാണെങ്കിൽ ഇപ്പോൾ കവടിയൊക്കെ നിരത്തി നോക്കിയിട്ട് പറയുന്നു, 31 വയസ്സിനുള്ളിൽ നമ്മളുടെ ഹീറോയുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും ഇവന് കല്യാണം നടക്കില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ അയാൾ പറഞ്ഞതും കൂടി ആയപ്പോഴേക്കും നമ്മളുടെ ഹീറോയുടെയും ഫാമിലിയുടെയും ടെൻഷൻ ഭയങ്കര അധികമായി. എന്നിട്ടിപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം രാത്രി ഹീറോയുടെ അച്ഛൻ അവന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതായത് ഹീറോയുടെ അച്ഛൻ പറയുന്നു, നിന്റെ ഈ പ്രായത്തിൽ ഞാൻ നിന്റെ അമ്മയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്, നിനക്കിപ്പോ പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, നിനക്ക് ഇതേപോലെ ആരെയെങ്കിലും പ്രേമിക്കുമെങ്കിലും ചെയ്താൽ പോരായിരുന്നോ. അതുപോലെ തന്നെ ഹീറോയുടെ അമ്മയും ഇപ്പൊ അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു, 5 വർഷമായിട്ട് ഞാൻ നിനക്ക് പെണ്ണ് കണ്ട് ഞാൻ മടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ ആകെ വിഷമിച്ച് റൂമിൽ പോയി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഹീറോയുടെ തൊട്ടടുത്തായിട്ട് ഹീറോയുടെ അനിയൻ കിടപ്പുണ്ടായിരുന്നു. അതും അവന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് സൊല്ലിക്കൊണ്ടാണ് കിടക്കുന്നത്. ചേട്ടൻ സിംഗിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അനിയൻ ഇങ്ങനെ ഗേൾഫ്രണ്ടുമായിട്ട് സൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് ചേട്ടനാണെങ്കിലും ദേഷ്യം വരുമല്ലോ. അപ്പൊ പിന്നെ നമ്മളുടെ ഹീറോയുടെ കാര്യം പറയണ്ടല്ലോ, ഹീറോ അനിയനെ ആ റൂമിൽ നിന്ന് ദേഷ്യം പിടിച്ച് ഇറക്കി വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഹീറോ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അനിയൻ മുടിയൊക്കെ നല്ലപോലെ സീവി ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഹീറോയ്ക്ക് വിഷമമാവുകയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഹീറോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവന്റെ മുത്തച്ഛന്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തച്ഛനും കഷണ്ടിയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ നേരെ കാറിന്റെ താക്കോൽ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അനിയൻ കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് വേറെ വഴിയില്ലാതെ അവനിപ്പോ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ കോളേജിലെത്തി ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഹീറോയുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. അതായത് ഹീറോയുടെ മൊട്ടത്തലയാണല്ലോ, കഷണ്ടിയാണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഹീറോയെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു. അതുപോലെ തന്നെ ഒരു പയ്യനാണെങ്കിൽ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഹീറോയുടെ നേരെ വിടുന്നു. അതെടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഹീറോയുടെ ഫേസ് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ എന്നിട്ട് ആ പയ്യനെ നേരെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആ ഫോട്ടോ കണ്ടിട്ട് പറയുന്നു, ഇത് കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് ആ പയ്യന് നല്ല ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യമാകുന്നു. ഹീറോ എന്നിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇരിക്കുന്നതെന്ന്. അതിനൊക്കെ ശേഷം ഹീറോ കോളേജിലെ പ്യൂണായിട്ടുള്ള രാജുവിന്റെ അടുത്ത് അവന്റെ ലവ് സ്റ്റോറിയെ പറ്റി ചോദിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത്, ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടത് എന്റെ ഫ്രണ്ടിന്റെ വെഡിങ്ങിൽ വെച്ചിട്ടാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇതെല്ലാം ഹീറോ വളരെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അതിനൊക്കെ ശേഷം ഹീറോയുടെ ഒരു ഫ്രണ്ട് കല്യാണത്തിന് വിളിക്കുന്ന സമയത്ത് ഹീറോ ആദ്യം പോകാൻ മടിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്റെ ഫ്രണ്ട്സിന്റെ കല്യാണം എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് മാത്രമാണ് ഇങ്ങനെ പെണ്ണ് കിട്ടാതെ നിൽക്കുന്നത്. അതുകൊണ്ട് ഹീറോ ആദ്യം പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് ഹീറോ എന്തായാലും പോകാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ ആ ഒരു ഫംഗ്ഷന് ചെന്നതിന് ശേഷം അവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ലപോലെ മിങ്കിൾ ചെയ്യുന്നു. അവിടെ കണ്ട ഒരു പെണ്ണിന്റെ കൂടെ ഹീറോ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഡാൻസ് കളിച്ച പെണ്ണിനെ നമ്മളുടെ ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമാവുകയാണ്. അപ്പോൾ പെണ്ണ് നമ്മളുടെ ഹീറോയുടെ അടുത്ത് പാർട്ടി കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് ചോദിക്കുന്നു, നീ ആ പെണ്ണിന്റെ കൂടെ സംസാരിക്കുന്നതൊക്കെ കണ്ടല്ലോ, കൊള്ളാലോടാന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൽ ഒരുത്തം പറയുന്നു, എടാ ഇതേ തിരിഞ്ഞു നോക്ക്, നിന്റെ ആളിതാ വേറൊരാളുമായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോയും ഫ്രണ്ട്സും കൂടി അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അത് ഹീറോയുടെ അനിയനാണ്. അനിയൻ എന്നിട്ട് പറയുന്നു, അയ്യോ ചേട്ടന്റെ ഫ്രണ്ടിന്റെ കല്യാണമെന്ന് അറിഞ്ഞില്ല, ഞങ്ങളിവിടെ ഫ്രീ ഫുഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, ഫ്രീ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചു വന്നിട്ട് നീ ഇപ്പൊ ഈ പെണ്ണിനെയും വളച്ചെടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനിയൻ ലൈറ്റ് ആയിട്ട് ചിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് അവന്റെ അടുത്ത് പറയുന്നു, എടാ ഈ പെണ്ണ് നിന്റെ ചേട്ടന്റെ ആളാണ്, അവള് ചേട്ടന്റെ പെണ്ണാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട സമയത്ത് ആ പെണ്ണാണെങ്കിൽ നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് പറയുന്നു, അതെ നീ ഇവന്റെ ആളല്ലേ എന്ന്. അപ്പോൾ അവള് നമ്മളുടെ ഹീറോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഞാൻ തന്നെ ഇവനെ എങ്ങനെ ഇഗ്നോർ ചെയ്യുമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു എന്ന്. അങ്ങനെ നമ്മളുടെ ഹീറോ ഇപ്പോൾ ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോരുന്നു. തിരിച്ച് ഹീറോ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഹീറോയുടെ അനിയൻ ഒരു പെണ്ണുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നു. അതായത് ഹീറോയുടെ അനിയൻ ഒരു പക്ക പ്ലേ ബോയ് ആയിട്ട് നടക്കുകയാണ്, പക്ഷെ ഹീറോയ്ക്ക് ഒരു പെണ്ണ് പോലും കിട്ടുന്നില്ല. അങ്ങനെ ഹീറോയ്ക്ക് ഇപ്പോൾ ആകെ ദേഷ്യം
വന്നിട്ട് ഹീറോ ഒരു വടി എടുത്തിട്ട് അവനെ അടിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് ഇവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോയുടെ അച്ഛൻ അവന്റെ മുടി കൊഴിയാൻ കാരണം ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ കുറവാണെന്നൊക്കെ ഇങ്ങനെ എവിടെയോ കണ്ടിട്ട് ഹീറോയുടെ അടുത്ത് അതിനെപ്പറ്റി വന്ന് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു മുടി വളർത്തുന്നതൊന്നും പ്രശ്നമല്ല, പക്ഷേ അതിന് ഒരു 6 ലക്ഷം രൂപ ചെലവാകും. അങ്ങനെ ഇപ്പോൾ ഈ പരിപാടി ഒന്നും നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ ഇപ്പോൾ എന്നാ പിന്നെ ഒരു വിഗ് വെച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിഗ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ വിഗ് ഒക്കെ വെച്ച് ഹീറോ കോളേജിൽ ചെല്ലുന്നു. പക്ഷെ കുറെ നേരം ഇങ്ങനെ വിഗ് വെച്ച സമയത്ത് തലയിൽ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ട് ഹീറോ വാഷ്റൂമിൽ പോയിട്ട് ആ വിഗ് അഴിച്ചു വെച്ചിട്ട് കുറെ നേരം തല ഇങ്ങനെ മസാജ് ചെയ്യുന്നു. അതിനൊക്കെ ശേഷം ഹീറോ വിഗ് ഒക്കെ വെച്ചിട്ട് തിരിച്ച് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ മൊബൈൽ ഫോൺ ഒക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ ഹീറോയെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ എന്താണ് എല്ലാവരും നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഹീറോയ്ക്ക് അത് ഭയങ്കര അൺകംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ട് ഹീറോ പോയിട്ട് കാറിനുള്ളിൽ ഇരിക്കുന്നു. എന്നിട്ട് കാറിനുള്ളിൽ ഇരുന്നിട്ട് ഹീറോ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്താണ് അതിലൊരു വീഡിയോ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ വാഷ്റൂമിൽ വെച്ചിട്ട് ആ വിഗ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഹീറോ ഹെഡ് മസാജ് ചെയ്തോണ്ടിരുന്നില്ലേ, അതിന്റെ ഒരു വീഡിയോ ആണ്. അത് കണ്ട് ഹീറോ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി, അതായത് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മളുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് സാർ ഇവരൊന്നും കളിയാക്കുന്നത് കാര്യമാക്കണ്ട, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്ത് സംസാരിച്ചിട്ട് അവൾ പോകുന്നു. അപ്പോൾ തന്റെ അടുത്ത് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ, എന്നിട്ടും ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ചല്ലോ എന്ന് വിചാരിച്ച് ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അതിനുശേഷം ഹീറോ വീട്ടിൽ വരുന്ന സമയത്ത് അവൾ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവളുടെ പേര് അയന എന്നാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൾക്ക് കുറെ മെസ്സേജുകളൊക്കെ അയക്കുന്നു. പിറ്റേ ദിവസം കോളേജിൽ ചെന്നിട്ടും ഹീറോ അവളെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അവൾ നേരെ വന്നിട്ട് നമ്മളുടെ ഹീറോയുടെ കാറിനുള്ളിലേക്ക് കയറി ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ നമ്മളുടെ ഹീറോയുടെ കൂടെ പുറത്തു പോവുകയും അങ്ങനെ കുറെ ദിവസം ഹീറോയുടെ കൂടെ അടിപൊളിയായിട്ട് ചുറ്റുകയാണ്. ഈ ഒരു സമയത്ത് ശരിക്കും ഇവര് ലവേഴ്സ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരുന്നു സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ ഇവര് കുറെ കറങ്ങി അടിച്ചതിന് ശേഷം ഇവര് പോയിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഹീറോയുടെ അനിയൻ ഒരു പെണ്ണിനെയും കൊണ്ട് അവിടെ വന്നിരിക്കുന്നത് ഹീറോ കണ്ടത്. അപ്പോൾ ഹീറോ അവന്റെ അടുത്ത് എനിക്കും പെണ്ണിനെ വളയ്ക്കാനൊക്കെ അറിയാന്നുള്ള രീതിയിൽ ഹീറോ ഭയങ്കര ഗമയോട് കൂടി ഇവളുടെ കൂടി ഇരിക്കുന്നു. അതിനുശേഷം ഹീറോ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അനിയൻ ഈ ഒരു കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചേട്ടനെ ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടു എന്ന്. അങ്ങനെ ഹീറോ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അമ്മ അവന്റെ അടുത്ത് നീ ഇപ്പോൾ ഒരു പെണ്ണിന്റെ കൂടെ ഭയങ്കര കറക്കാന്നൊക്കെ അറിഞ്ഞല്ലോ, അവളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങ് തായെന്ന് പറയുന്നു. പക്ഷെ ഹീറോ ഒന്നും പറയാതെ നേരെ റൂമിലോട്ട് പോവുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രണയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാര് ജാതി വേറെയാണ് മതം വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇത് പൊളിക്കുന്ന ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അവൻ പിന്നെയും അയനയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് സെം എക്സാം വരികയാണ്, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് ചോർത്തി തരുമോ എന്ന്. ഇത് കേട്ടിട്ട് ഹീറോ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അവൾ ഹീറോയെ ഒന്ന് ഇമോഷണൽ ആയിട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അവൾ ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ എന്നെ വെറും സ്റ്റുഡന്റ് ആയിട്ട് മാത്രമാണോ കണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ലാതെ അവൻ അവൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കുന്നു. അങ്ങനെ അവൾ അത് ബിറ്റൊക്കെ വെച്ചിട്ട് പോയിട്ട് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുകയാണ്. അങ്ങനെ ഇപ്പോൾ സെം എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഹീറോ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവള് ഭയങ്കര ഡിസ്റ്റൻസ് ഇട്ടാണ് ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നത്. അതായത് ഇത്രയും കാലം ലവേഴ്സിനെ പോലെ നടന്നവള് ഇപ്പൊ സംസാരിക്കുന്നത് പക്ക ടീച്ചറും സ്റ്റുഡന്റും എങ്ങനെയാണോ അതേ ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് വരുമ്പോൾ അവള് പെട്ടെന്ന് ആ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കാറിലോട്ട് കയറുന്നു. അപ്പോൾ ബോയ് ഫ്രണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവള് ഇതെന്റെ സാറാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയ്ക്ക് മനസ്സിലായി അവള് നമ്മളുടെ ഹീറോയെ അവളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യുകയായിരുന്നു എന്ന്. അതിനുശേഷം ഹീറോ വീട്ടിൽ പോയിട്ട് വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഹീറോ ഫോൺ എടുത്തിട്ട് ടിൻഡറിൽ അവന് വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ റെഡിയാക്കുന്നു. ആ പ്രൊഫൈലിൽ ഹീറോ ഫോട്ടോ ഇടുന്ന സമയത്ത് തന്റെ കഷണ്ടി മനസ്സിലാവാത്ത രീതിയിലാണ് ഹീറോ ഫോട്ടോ ഇടുന്നത്. അങ്ങനെ അവൻ അതിൽ വരുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് ഇടുകയും അവർക്ക് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹീറോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ ടിൻഡറിലൂടെ ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു. എന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ദിവസം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. അവളുടെ പേര് അപ്സര എന്നാണ്. അവളാണെങ്കിൽ കാണാൻ കുറച്ച് തടിയായിട്ടുണ്ട്. എന്നിട്ട് അവളിപ്പോൾ നമ്മളുടെ ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വെച്ച് അവൾ നമ്മളുടെ ഹീറോയെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കഷണ്ടി ആയിട്ടുള്ള നമ്മളുടെ ഹീറോയെ കണ്ട സമയത്ത് അവൾ കുറച്ച് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഹീറോ അവളുടെ അടുത്ത് നിങ്ങൾ എന്തിനാണ് ടിൻഡറിൽ വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നു ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയി. അപ്പോൾ അവന്റെ ഫാമിലിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവനിപ്പോ പോയപ്പോ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിൻഡറിൽ അക്കൗണ്ട് എടുത്തത്. എന്നിട്ട് അവളിപ്പോ നമ്മുടെ ഹീറോയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഹീറോ താൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടിൻഡറിൽ അക്കൗണ്ട് എടുത്തതെന്ന് പറയുമ്പോൾ അവൾ പറയുന്നു അതിന് വല്ല മാട്രിമോണി സൈറ്റ് നോക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ ഇപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇപ്പോൾ അവൾക്ക് ഇത്ര തടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഹീറോയ്ക്ക് അവളെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇവൾക്കാണെങ്കിലും നമ്മളുടെ ഹീറോ കഷണ്ടി ആയതുകൊണ്ട് തന്നെ ഹീറോയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിട്ട് രണ്ടുപേരും ഇപ്പൊ സംസാരിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഹീറോ അവളെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ വണ്ടിയിൽ കയറ്റുന്നു. അപ്പോൾ ഇവൾക്ക് ഓവർ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീറോയ്ക്ക് ബാലൻസ് കിട്ടാതെ അങ്ങനെ വണ്ടി ചെന്നിടിച്ച് ആക്സിഡന്റ് ആവുകയാണ്. അതിനുശേഷം
അതിനുശേഷം രണ്ടുപേരും ഹോസ്പിറ്റലിലാവുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഫാമിലീസും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് രണ്ട് ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം നൈറ്റ് ഇവര് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അപ്സര രാത്രി അവളുടെ അമ്മയെ ഇങ്ങനെ വിളിക്കുന്നു. പക്ഷെ ആ സമയത്ത് അമ്മ അവിടെ പുറത്തായത് കൊണ്ട് തന്നെ അമ്മ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഹീറോ അവളുടെ അടുത്ത് ചെന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്ന സമയത്ത് ഹീറോ ഒരു വീൽ ചെയർ ഒക്കെ എടുത്തിട്ട് അവളെ അതിൽ കയറ്റിയിട്ട് അവളെ നേരെ വാഷ്റൂമിലോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അവൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹീറോ അവളെ കൊണ്ടുപോയിട്ട് പുറത്ത് ഒരു കടയിൽ നിന്നും ന്യൂഡിൽസ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവര് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ആ സമയത്ത് അവള് പറയുന്നു ഈ എക്സ്പീരിയൻസ് വളരെ രസകരമായിട്ടുണ്ടെന്ന്. അപ്പോൾ ഹീറോ ഏത് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നു ഇപ്പോൾ നൈറ്റ് ടൈം ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്ന് ഈ ന്യൂഡിൽസ് കഴിക്കുന്നതൊക്കെ നല്ല രസമുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ അതിനൊക്കെ ശേഷം ഹീറോ അവളെ കൊണ്ടുപോയിട്ട് ബെഡിൽ കിടത്തുന്ന സമയത്ത് അവള് ഹീറോയുടെ അടുത്ത് നിങ്ങൾ വളരെ നല്ലവനാണ്, നല്ല സ്വഭാവമാണെന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മളുടെ ഹീറോയ്ക്ക് ആ കോംപ്ലിമെന്റ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവൾക്ക് കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവളോട് ഹീറോയ്ക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല. പക്ഷെ ഹീറോയുടെ ഫാമിലി ഇവളുടെ വീട്ടുകാരുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് ഈ കല്യാണം ഒന്ന് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ അവർ നടത്തി. ആ സമയത്ത് നമ്മളുടെ ഹീറോ ആകെ ടെൻഷൻ ആവുകയാണ്. ഇപ്പോൾ അപ്സരയ്ക്കാണെങ്കിൽ നമ്മളുടെ ഹീറോ കഷണ്ടിയാണ് എന്നുള്ളൊരു പ്രശ്നം അവളുടെ ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിലും വീട്ടുകാർ അവളുടെ അടുത്ത് പറയുന്നു നല്ലൊരു ചെക്കനാണ്, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ്, അതുപോലെ ഗവൺമെന്റ് ജോലിയാണെന്നൊക്കെ പറയുമ്പോൾ അവളും ചിന്തിച്ചിട്ട് അവളും ഏകദേശം ഓക്കെ എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് നമ്മളുടെ ഹീറോയുടെ അടുത്ത് ഈ ഒരു കാര്യം വീട്ടുകാർ പറയുന്ന സമയത്ത് ഹീറോ എനിക്ക് അവളുടെ മേലെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, അതുകൊണ്ട് എനിക്കിതിൽ പറ്റില്ല എന്ന് തന്നെ പറയുന്നു. എന്നാൽ അപ്സരയ്ക്കാണെങ്കിൽ നമ്മളുടെ ഹീറോയെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവൾ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അവൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അവളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നു. അപ്പോൾ അവൾ അവന്റെ അടുത്ത് എന്നാൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. ആ സമയത്താണ് അപ്സര നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നത് എന്നെ എല്ലാവരും എനിക്ക് തടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അപമാനിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവളുടെ കുറെ അവസ്ഥകളൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ഹീറോയ്ക്ക് മനസ്സിലായി അവളും കുറെ ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഏഞ്ചലിനെ പോലെ ആയിരിക്കണം എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ജോത്സ്യരുടെ അടുത്ത് ചെന്നിട്ട് ജോത്സ്യർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് വീട്ടുകാർ വന്നിട്ട് ജാതകം നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജാതകം തമ്മിൽ ചേരില്ലാന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നോ പറയണം. അപ്പോൾ ജോത്സ്യൻ ആദ്യം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഹീറോ കുറെ കരഞ്ഞ് കാല് പിടിച്ച് പറയുന്ന സമയത്ത് ജോത്സ്യൻ പറയുന്നു ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിന്റെ ജാതകത്തിന് പ്രശ്നമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല, കാരണം അവൾക്ക് ഇനിയും നല്ല ആലോചനകൾ വരേണ്ടതാണ്, അതുകൊണ്ട് നിന്റെ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നമാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ വീട്ടുകാർ വരുന്ന സമയത്ത് ജോത്സ്യൻ നോക്കിയിട്ട് അവരുടെ വീട്ടുകാരുടെ അടുത്ത് പറയുന്നു ഇവന്റെ ജാതകത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി മരിച്ചു പോകുമെന്ന്. ഇത് കേട്ടിട്ട് അപ്സര ആകെ അപ്സെറ്റ് ആവുന്നു. എന്നിട്ടും അവള് പറയുന്നു കുറച്ചു നാളെങ്കിൽ കുറച്ചു നാള് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന്. അപ്പോൾ ഇവളുടെ ഈ ഒരു സ്നേഹം കണ്ടിട്ട് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയാണ് അവളെ. പക്ഷെ നമ്മളുടെ ഹീറോയ്ക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യം വരുന്നു. അങ്ങനെ ഇപ്പോൾ ജോത്സ്യൻ അത്രയും കാര്യം പറഞ്ഞിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. അവസാനം അവര് തമ്മിലുള്ള കല്യാണം ഏകദേശം ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അപ്സര എന്നിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് നമ്മൾ ഒരുമിച്ച് ഇതുവരെ ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി എടുത്തിട്ട് അവള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം നമ്മളുടെ ഹീറോ കോളേജിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ടീച്ചേഴ്സ് നമ്മളുടെ ഹീറോയ്ക്ക് എൻഗേജ്മെന്റ് ആയ കാര്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത്. അപ്പോഴാണ് ഹീറോ ഇവൾ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞത്. എന്നിട്ട് ഹീറോ ആ പോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഹീറോയുടെ സ്റ്റുഡൻസും കോളേജിലുള്ളവരും എല്ലാവരും അതിനകത്ത് കുറെ ബോഡി ഷേമിംഗ് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട സമയത്ത് ഹീറോയ്ക്ക് ആകെ വിഷമമായിട്ട് ഹീറോ പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അവള് അതിനെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ബോഡി ഷേമിംഗ് ചെയ്യുകയാണെന്ന്. എന്നാൽ ഇത് കേട്ട സമയത്ത് അവള് പറയുന്നു ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാ പോരെ, നമ്മൾ എന്തിനാണ് ഈ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഹീറോ പറയുന്നു നിനക്കതൊക്കെ പറയാം, പക്ഷെ എല്ലാ ദിവസവും കോളേജിൽ പോകുന്നതും ഈ സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്നത് ഞാനാണ്, അതുകൊണ്ട് നീ അത് ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ അവൻ പറയുന്ന സമയത്ത് അവളും അത് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനൊക്കെ ശേഷം ഹീറോ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹീറോയുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പെണ്ണിന്റെ ഫോട്ടോ ഹീറോയുടെ അമ്മ കാണിക്കുമ്പോൾ പെണ്ണിന് ഭയങ്കര തടിയുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും പറയുന്നു. എന്നാൽ നമ്മളുടെ ഹീറോയുടെ അമ്മ ആര് പറയുന്നതും കാര്യമാക്കാതെ തടിയുണ്ടെങ്കിൽ ഇപ്പൊ എന്താന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഹീറോ ഭയങ്കര ഡിപ്രസ്ഡ് ആവുകയാണ്. ജീവിതകാലം മൊത്തം ആളുകളുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി താൻ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ എന്നൊക്കെ ഹീറോ വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോ ആകെ ടെൻഷനായിട്ട് കല്യാണത്തിന്റെ അന്നേ ദിവസം ഹീറോ അപ്സരയ്ക്ക് മെസ്സേജ് അയക്കുന്നു എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല, റീസൺ മാത്രം നീ എന്റെ അടുത്ത് ചോദിക്കരുതെന്ന് പറഞ്ഞ്. റീസൺ ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി റീസൺ ഇതായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ നല്ല മെച്ചുവേർഡ് ആയിട്ട് അവളുടെ വീട്ടുകാരെടുത്ത് അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയുടെ വീട്ടുകാരൊക്കെ എന്താണ് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പെണ്ണിന്റെ വീട്ടുകാരോട് ചോദിക്കുന്നു. ഇപ്പോൾ ശരിക്കും പുറമേ ഉള്ളവർക്ക് ഇത് പെണ്ണിന്റെ വീട്ടുകാരായിട്ട് കല്യാണം നിർത്തിയതാണ്, പക്ഷേ ശരിക്കും നമ്മളുടെ ഹീറോ ആണ് ഇത് വേണ്ട എന്ന് പറഞ്ഞതെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അങ്ങനെ ഇപ്പോൾ കല്യാണം മുടങ്ങിയതുകൊണ്ട് ഹീറോ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹീറോയുടെ വീട്ടുകാര് ഹീറോയോട് നിനക്ക് ഇതിനേക്കാളും നല്ല പെണ്ണിനെ കിട്ടും, അവള് പോവാണെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് ആകെ പ്രാന്ത് പിടിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഹീറോ കോളേജിൽ പോകുന്ന സമയത്ത് കോളേജിലുള്ള ഒരു ടീച്ചർ നമ്മളുടെ ഹീറോയുടെ അടുത്ത്
അപ്രോച്ച് ചെയ്യുന്നു. ടീച്ചർ എന്നിട്ട് ഹീറോയുടെ അടുത്ത് എൻഗേജ്മെന്റ് മുടങ്ങിയല്ലോ, പക്ഷേ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയുടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ സംസാരിക്കുന്നു. എന്നിട്ട് നൈറ്റ് നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ നമ്മളുടെ ഹീറോയെ ഒരു ഡിന്നറിന് വിളിക്കുന്നു. എന്നിട്ട് ഹീറോ നൈറ്റ് ടീച്ചറുടെ കൂടെ ഡിന്നറിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് അപ്സരയുടെ ബർത്ത്ഡേ പാർട്ടി അവള് ആഘോഷിക്കുകയായിരുന്നു. എന്നിട്ട് അവളിപ്പോൾ ഒരു കേക്ക് നമ്മളുടെ ഹീറോയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഹീറോയുടെ അടുത്ത് ഡിസ്റ്റർബ് ചെയ്തതിന് സോറി, നിങ്ങൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ എനിക്ക് സുഖമാണ്, നിനക്ക് സുഖമാണോ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അവളും അപ്പോൾ ഓക്കെ ആണെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നിന്നും നേരെ അപ്സരയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. എന്നിട്ട് ഹീറോ അപ്സരയുടെ അടുത്ത് സോറി അപ്സര എന്ന് പറയുമ്പോൾ അവള് പറയുന്നു, ഞാനിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ എപ്പോഴും ജീവിക്കുന്നത് നിനക്ക് വേണ്ടി ആയിരിക്കണം, ഒരിക്കലും സൊസൈറ്റിക്ക് വേണ്ടി ആവരുത്. അങ്ങനെ നമ്മളുടെ ഹീറോ പിന്നെയും ആ ടീച്ചറുടെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്നു, നിങ്ങൾ വിഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ടാകുമെന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹീറോയ്ക്ക് എന്തോ പോലെ ആകുന്നുണ്ട്. അതിനുശേഷം ഹീറോയെ ഇപ്പോൾ ആ കോളേജിലുള്ള പ്യൂണ് അയാളുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വീട്ടിലോട്ട് വിളിക്കുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇയാളുടെ ഭാര്യയാണെങ്കിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഹീറോ അവരുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ മടിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്യൂണ് പറയുന്നു അവൾക്ക് സംസാരിക്കാൻ കഴിവില്ലെന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, അപ്പൊ പിന്നെ നിങ്ങൾ ഏതു നേരം ഫോണിൽ സംസാരിക്കുന്നത് കാണാമല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ അവളോട് ഫോണിൽ സംസാരിക്കും, അവൾ അത് കേട്ട് നിൽക്കുക മാത്രമാണ്, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്രയും തീവ്രമായിട്ടുള്ള പ്രണയമാണുള്ളത്. അങ്ങനെയൊക്കെ ആ പ്യൂണ് പറയുന്ന സമയത്ത് ഹീറോയ്ക്ക് കുറെ കാര്യങ്ങളിൽ റിയലൈസേഷൻ വരുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മളുടെ ഹീറോ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പതിവ് പോലെ തന്നെ കുട്ടികൾ ഹീറോയെ മൊട്ടത്തലയെന്നും കഷണ്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു. ഹീറോ അപ്പോൾ കുട്ടികൾ ഹീറോയെ വിളിക്കുന്ന ഈ രണ്ട് വേർഡ്സും നേരെ അവിടെ ബോർഡിൽ എഴുതിയതിനു ശേഷം സ്റ്റുഡൻസിന്റെ അടുത്ത് ഹീറോ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഹീറോ പറയുന്നു, നിങ്ങൾ ഇതല്ലേ എന്നെ വിളിക്കാറുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വിളിച്ചോളൂ, നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്ത് അവസാനം ഒരു പെൺകുട്ടിയുടെ അടുത്തും ഞാൻ വളരെ ബാഡ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്തു. തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ സൊസൈറ്റി തന്നെ ഇങ്ങനെയാണ്. ഒരാളെ ബോഡി ഷെയിം ചെയ്ത് അവന്റെ കുറവുകളെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് അവനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും. എന്നിട്ട് ലാസ്റ്റ് അവൻ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലേക്ക് അവന്റെ മാനസിക നിലയെ മാറ്റിവിടും. ഇതാണ് നമ്മളുടെ സൊസൈറ്റി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് എത്രയധികം ഫീൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത്. എനിക്കുണ്ടായിരുന്നത് പോലത്തെ ഈ അവസ്ഥകൾ അവളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്നെ നിങ്ങൾ ഈ കഷണ്ടിയാണ്, മൊട്ടത്തലയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നില്ലേ? നിങ്ങൾ ആ സന്തോഷം ലഭിക്കുന്നതുവരെ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇനി ഇതല്ലാതെ നമ്മളുടെ ഭാഷയിൽ എന്നെ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം വിളിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ. അങ്ങനെയൊക്കെ ഹീറോ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനും ഒരു റിയലൈസേഷൻ വരികയാണ്. അങ്ങനെ അവർക്കും നമ്മളുടെ ഹീറോയെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് ഹീറോ ഇപ്പോൾ നേരെ അപ്സരയെ മീറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും സോറി പറയുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നീ, പക്ഷെ നിനക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് മാറാൻ കഴിയുമെന്ന് അറിയില്ല, എങ്കിലും ഐ ലവ് യു. അപ്പോൾ അവൾ നമ്മളുടെ ഹീറോയുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് അവള് എന്നെ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നു. എന്നിട്ട് അവളിപ്പോൾ ഹീറോയുടെ സ്കൂട്ടിയിൽ കയറിയിട്ട് ഹീറോ അവളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഹീറോ അവളുടെ അടുത്ത് പറയുന്നു, നീ തടി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ചുബി ആയിരിക്കുമ്പോഴാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അവളും പറയുന്നു, നിങ്ങൾ വിഗ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ ഇങ്ങനെ കാണാനാണ് ഹോട്ട് ആയിട്ടുള്ളതെന്ന്. അങ്ങനെ ഇവർ രണ്ടും ഒന്നായിട്ട് ഇപ്പോൾ അവരുടെ കല്യാണം നടക്കുന്നു. അത്തരത്തിലൊരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ മൂവി അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.